മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇനിയും ഉയർത്തുമെന്ന തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് തമിഴ്നാട് നിയമസഭയിൽ പറയുമ്പോൾ കേരളത്തിന് ചങ്കിടിപ്പേറുകയാണ്. 30 ലക്ഷം പേരുടെ വരെ ജീവനും സ്വത്തുവകകളും മാത്രമല്ല, കേരളത്തെ 6 ജില്ലകൾ നാമാവിശേഷമാകുമെന്ന മഹാദുരന്തം ഏതു നിമിഷവും സംഭവിക്കാമെന്നതാണ് കേരളത്തിന്റെ ആശങ്ക. ഇതിനിടയിലും അടുത്തയിടെ നടത്തിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലക്ഷയം പരിശോധനാ ഫലം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പൂഴ്ത്തി എന്നതിൽ ആശങ്ക ഏറുകയാണ്. ഇതിൽ തമിഴ്നാട് സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒത്തുകളി ഉണ്ടോ എന്നാണ് സംശയിക്കേണ്ടത്. 1.25 നൂറ്റാണ്ട് മുൻപ് പണിതീർത്ത അണക്കെട്ടിന്റെ ബലവും സുരക്ഷയും പരിശോധിക്കാൻ നടത്തിയ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ പരിശോധനാ ഫലമാണ് പൂഴ്ത്തിവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയ 12 ദിവസത്തെ പരിശോധനയിൽ അണക്കെട്ട് സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. 2011 മാർച്ചിൽ പരിശോധന നടത്താൻ ഒരുക്കിയെങ്കിലും ഉപകരണം തയ്യാറായി പരിശോധന മുടങ്ങുകയായിരുന്നു. വീണ്ടും 14 വർഷത്തിന് ശേഷമാണ് ഫ്രാൻസിനെത്തിച്ച ഉപകരണം ഉപയോഗിച്ച് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ അണക്കെട്ട് അടിയന്തരമായി പൊളിച്ചു മാറ്റേണ്ട വിധം ദുർബലമാണെന്നാണ് സൂചന. ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളെ നക്കിത്തുടച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുന്ന സാധ്യതയാണ് ഇപ്പോഴും മുന്നിലുള്ളത്. അത് സംഭവിക്കാതിരിക്കട്ടെ. 1200 അടി നീളമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് 100 അടി വീതമുള്ള 12 ഭാഗങ്ങളായി തിരിച്ചായിരുന്നു ആദ്യഘട്ട പരിശോധന. മുമ്പ് കേരളം നടത്തിയ പഠനത്തിൽ അണക്കെട്ടിൽ 110 അടിക്ക് താഴെ സിമന്റ് പ്ലാസ്റ്ററിംഗ് ഇളകിയും സുർക്കി മിശ്രിതം പോയി കരിങ്കല്ലുകൾ തെളിഞ്ഞ നിലയിലുമായിരുന്നു. എന്നാൽ ഈ പഠനം അംഗീകരിക്കാൻ തമിഴ്നാട് അംഗീകരിച്ചിരുന്നില്ല. കാലവർഷം അതിശക്തമായിരിക്കെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്തി കേരളത്തെ തകർക്കാനുള്ള വിധം തമിഴ്നാട് പ്രസ്താവന നടത്തിയിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ വെള്ളം കുതിച്ചെത്തി ഇടമലയാർ, ഇടുക്കി, കുളമാവ്, മലങ്കര തുടങ്ങി നിരവധി അണക്കെട്ടുകളും തകരുന്ന ഭീതികരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഉണ്ടാകുന്ന മഹാദുരന്തം ചിന്തിക്കാനാവുന്നതിലും അപ്പുറമാണെന്ന് കേരളം സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. 5 ജില്ലകളിലെ 30 ലക്ഷം ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് നിലവിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. നിലവിലുള്ള കരാറുകളും ട്രിബ്യൂണൽ വിധികളും കോടതി നിർദ്ദേശങ്ങളും അനുസരിച്ച് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുമെന്നാണ് തമിഴ്നാട് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. 131 വർഷത്തെ കാലപ്പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഗൗരവമായി തന്നെ നിലനിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന 142 അടിയുള്ള മുകളിലേക്ക് ജലനിരപ്പ് ഉയർത്താൻ ഇന്നത്തെ സാഹചര്യത്തെ ആർക്കും അവകാശമില്ല. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് ജലനിരപ്പ് ഉയർത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പെന്നിക്വിക് 8 വർഷത്തെ ശ്രമഫലമായി 131 വർഷം മുൻപ് പണിതീർത്ത അണക്കെട്ട് സുർക്കിയും കീറിയെടുത്ത കരിങ്കല്ലും കോർത്തുകെട്ടിയ നിർമ്മിതിയായിരുന്നു. ഇനി മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്തുകയെന്നത് അസാധ്യമാണ്. ഡാമിന്റെ ബലവും ബലക്ഷയവും തർക്ക വിഷയമാകാതെ പുതിയത് പണിയുക മാത്രമാണ് ആശങ്ക അകറ്റാനുള്ള ഏക പോംവഴി. 1.25 നൂറ്റാണ്ട് പഴക്കമുള്ള ഡാമിൽ ഇനി ബലപ്പെടുത്തൽ അസാധ്യമാണ്. ഓരോ വർഷവും ഡാം കൂടുതൽ പഴകി ദുർബലമായിക്കൊണ്ടിരിക്കുകയുമാണ്. തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലെ ജനങ്ങളുടെ ജീവനാഡിയായ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനു പകരം ജലനിരപ്പ് ഉയർത്തുന്നതിനും നടപടികൾ കൈക്കൊള്ളുമെന്നാണ് തമിഴ്നാടിന്റെ നിലപാട്. പഴയ അണക്കെട്ടിന് താഴെയാണ് പുതിയ അണക്കെട്ട് പണിയാൻ ഉദ്ദേശിക്കുന്നതും. ബലമുള്ള പാറ നിരത്തിക്കെട്ടി അവിടെ നിന്ന് വേണം പണി ആരംഭിക്കാൻ. അപകടകരമായ അവസ്ഥയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലനിൽക്കുന്നതെന്നിരിക്കെ പണി ആരംഭിക്കുമ്പോൾ തന്നെ നിലവിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടും. ഇപ്പോഴുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തുക എന്നതും അസാധ്യമായ കാര്യമാണെന്നാണ് ചില പഠനങ്ങൾ പുറത്തു പറയുന്നത്. മുല്ലപ്പെരിയാറിന്റെ വെള്ളം പ്രത്യേകം ടണൽ വഴി ഇടുക്കി ജലാശയത്തിലെത്തിച്ച ശേഷം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ച് പുതിയതൊന്നും പണിയുകയും മാത്രമാണ് പോംവഴി.